ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ആ വിശേഷി എൻ്റെ അടുത്ത സുഹൃത്തായ ഞങ്ങളെ കൊന്നിച്ച് മദ്രാസിലാണ് എനിക്ക് നന്നായിട്ട് അറിയാറുണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. അന്നൊക്കെ ഇത് കാണുമ്പം ശശിയൊക്കെ ഇങ്ങനെയുള്ള പടം കാണുന്നത് അന്ന് ഭയങ്കരമായിട്ട് വലിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമേയമായിരുന്നു. ആ സമയത്ത് വലിയ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവത്തെ ദേശീയതാക്കിയ സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഈ ജനറേഷനോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണണം. പിന്നെ അന്ന് കണ്ട പടം അല്ലെങ്കിൽ ഷേപ്പേ മാറി കാണിക്കുന്നത് അന്ന് കണ്ട പോലെ അല്ല. അതിൻ്റെ ശബ്ദവും ആ ഫോർക്കയിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ അത് ഞാൻ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ്. പഴയ സ്പീഡാണുള്ളത്. മമ്മൂട്ടിയുടെ ആ പെർഫോമൻസ് എല്ലാം കൊണ്ടത് അന്നോടുന്ന പോലെ 100 കോടികൾക്കൊന്നും ഓടണ്ട. കാരണം നമുക്ക് പടം വിജയമാണെന്ന് തുറന്ന് നല്ല സിനിമകൾ ഒത്തിരി ഉണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്തെടുക്കാനാണ്. ഞാനിപ്പോൾ വേറെ 1-2 പടങ്ങൾ പഴയ പടം നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കോർഡിനേറ്ററിലാണ് എൻ്റെ ബിസിനസ്. അപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോൾ മണ്ഡലം കൂട്ടും ഹ്യൂമറാണ്. അങ്ങനെ അതിൻ്റെയൊക്കെ മാസ്റ്റർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രശ്നം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പടം കിട്ടുന്നതല്ല പ്രോബ്ലം. പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും എടുത്താലായിരിക്കും അതിൻ്റെ ക്വാളിറ്റി അത്രയും കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് ഈ ചാനലുകളിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കൊള്ളാവുന്ന ഒരുപാട് സിനിമകളും ഈ ജനറേഷൻ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിനത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലല്ലോ, അത്രയും വരുന്നില്ല. അപ്പോൾ അവർക്കത് കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പുറകെ റീമാസ്റ്ററിംഗ് വിജയകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിന് അത്ര വലിയ പാറ്റ നഷ്ടങ്ങളൊന്നും എടുത്തിട്ടുണ്ടാകാനും പോകുന്നില്ല. അതിന് പഴയ സിനിമകളും വരണം, പുതിയ സിനിമകൾ സെലക്ട് ചെയ്തെടുക്കാൻ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ ഒത്തിരി ഉണ്ട്. അതുപോലെ പഴയ സത്യൻ്റെയും കടൽപ്പാലം അങ്ങനെ നല്ല പടങ്ങളൊക്കെ എടുത്താൽ അവർക്കൊരു പുതിയ സന്ദേശം, പുതിയൊരു അറിവുകളായിരിക്കും. അത് ചെയ്ത് നോക്കട്ടെ. അത് മാത്രം വലിയ നഷ്ടത്തിൽ അങ്ങനെ ചെയ്യണം. കൂടുതൽ സിനിമ വരും, അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തിയേറ്ററിലെ എണ്ണം കൂടുതലാണ്. പിന്നെ ഈ ആളുകളുടെ ഇരിക്കാൻ 100-200 പേരിലാണ് ഇരിക്കുന്നുണ്ട് ചെറിയ തിയേറ്ററുകൾ ഒത്തിരിയുള്ളത്. അപ്പോൾ റിലീസ് ചെയ്യാം കുറച്ച്